ഹലോ, അസ്സലാമു അലൈക്കും. ഈദ് മുബാറക്. അപ്പം ഞാൻ ഇന്നൊരു നൈറ്റിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാനുണ്ടായൊരു കാരണത്തെക്കുറിച്ചാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഞാൻ ഇവിടെ കസ്റ്റമേഴ്സിനോട് സംസാരിച്ച സമയത്ത് നമ്മളടുത്ത് വരുന്ന കസ്റ്റമേഴ്സും പിന്നെ നമ്മളെ പ്രദേശത്തുള്ള ഒരുപാട് പാവപ്പെട്ട സ്ത്രീകളും ഒക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ സ്റ്റിച്ചിങ് അറിയാം, പക്ഷെ ആരെങ്കിലും പണി കൊടുക്കണം, എന്നാലാണ് അവർക്ക് അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ. അപ്പോൾ ഞാൻ അവരോട് സംസാരിച്ചു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, നമുക്ക് സ്റ്റിച്ചിങ് അറിയാം, അപ്പോൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ തരികയാണെങ്കിൽ നമുക്കൊരു മീനെങ്കിലും മേടിക്കാൻ നമ്മളെ കൊണ്ടാവുമല്ലോ പറഞ്ഞു. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ ചിന്തിച്ചു, നമുക്കിപ്പോൾ ടോപ്പ് ചെയ്യാം, ചുരിദാർ, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാം. പക്ഷേ ഇവരെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആണ് നമുക്ക് കുറച്ചും കൂടി അവരെ ഹെൽപ്പ് ചെയ്യാനും കൂടിയിട്ട് ആവുമ്പോൾ അങ്ങനൊരു ഇതിക്ക് വന്നാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു മൈൻഡ് എനിക്ക് വന്ന്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ ഇങ്ങനൊരു സംഭവം, ഇങ്ങനൊരു നൈറ്റിൻ്റെ പ്രൊഡക്ഷൻ തുടങ്ങാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങളെക്കൊണ്ട് സാധിക്കുമോ ചോദിച്ചു. അപ്പോൾ ഒരു 10 വർഷം 14 വർഷമൊക്കെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുക. അപ്പോൾ അവർ ഫുൾ സപ്പോർട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, ആയിക്കോട്ടെ, എന്തായാലും ഞങ്ങളെ പ്രാർത്ഥനയുണ്ട് എൻ്റെ കൂടെ, അതുപോലെ ഞങ്ങളെ കഴിവിൻ്റെ പരമാവധി നമ്മൾ കൂടെ നിന്നിട്ട് പ്രവർത്തിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരാൾ ഇത് ചെയ്തു തരികയാണെന്നുണ്ടെങ്കിൽ അത്രയും ഹെൽപ്ഫുള്ളാണ് എന്നുള്ളൊരു കാര്യം എന്നോട് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓലോട് പറഞ്ഞു, ഓക്കെ ഇൻഷാ അല്ലാ, ഞാൻ എന്തായാലും നോക്കാം, ഞാനിതിനെക്കുറിച്ച് ഞാനൊന്ന് പഠിക്കട്ടെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ അതിനെക്കുറിച്ചിട്ട്, പക്ഷേ കുറച്ച് എന്താ പറയുക, ലാഭം കുറഞ്ഞ പരിപാടിയാണ്. അപ്പോൾ എന്നാലും കുഴപ്പമില്ല വിചാരിച്ചിട്ട് ഞാൻ അതിന് ഇറങ്ങി തിരിച്ചതാണ് കേട്ടോ. ഇറങ്ങി തിരിക്കുന്ന സമയത്ത് ഓക്കെ, അപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്നുള്ളൊരു കാര്യം അറിയണത്. അപ്പോൾ പിന്നെ എനിക്ക് അവർക്ക് വാക്ക് കൊടുത്തും പോയി, ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. പിന്നെ വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു പ്രഗ്നൻസി ടൈമിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ ഞാനിങ്ങനെ മുന്നോട്ട് പോയി. അപ്പോഴും ഈ ഒരു മൈൻഡ് വിട്ടിട്ടില്ല. പിന്നെ പ്രഗ്നൻസി കഴിഞ്ഞ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു മൈൻഡ് ഞാൻ മാറിയിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നെ ഡെലിവറി കഴിഞ്ഞു. 60 ആവണതിൻ്റെ മുന്നേ തന്നെ ഞാൻ ഈ ഒരു സംഭവം, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തല്ല, അപ്പോൾ അത് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇൻഷാ അല്ലാ ഒരു 3 വർഷം മുന്നേ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു സംഭവം. പിന്നെ അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ അടുത്തൊരു ഫാൾട്ട് പറ്റി. അപ്പോൾ ആ ഒരു ഫാൾട്ട് കട്ടിങ്ങിൽ വന്ന ഫാൾട്ടായിരുന്നു. അപ്പോൾ അത് നമ്മളിപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരല്ല, അപ്പോൾ അത് നമ്മളെ കൂടെ നിന്നിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മളെ എന്താ പറയുക, അതാണ്ട് നികത്തി തന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം, ഇവരെ ഏൽപ്പിച്ചാൽ ഒക്കെ ഇവർ തന്ന വാക്ക് നമ്മൾ കൊടുത്ത വാക്ക് പോലെ തന്നെയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ അന്ന് മുതൽ എനിക്ക് ചെറിയ 3 കുട്ടികളാണ്. അപ്പോൾ അവരെ വെച്ചിട്ട് ഞാൻ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യണത് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കുറേ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട്, അപ്പോൾ അതൊക്കെ നമ്മൾ ഇതിൻ്റെ കൂടെ ചെയ്തിട്ട് ആണ് ഈ ഒരു ലെവലിൽ എത്തിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്, ഇപ്പോൾ കുറേ ആൾക്കാർ പറയുന്നുണ്ട് നമുക്ക് കൊറിയർ ചാർജാണ്, അതും കൂടെ തന്നിട്ട് മേടിക്കുമ്പോൾ, ഇപ്പോൾ ഈ നൈറ്റൊക്കെ ആകുമ്പോൾ ഭയങ്കര കൊറിയർ ചാർജൊക്കെ ആയിട്ട് ആകുമ്പോൾ കുറേ എക്സ്പെൻസ് ആയല്ലോ. നമ്മൾ സാധാ കടയിൽ നിന്ന് മേടിക്കുന്നതിലേറെ നമുക്ക് ചിലവാകും ഈ ഒരു കൊറിയറായിട്ട് മേടിക്കുമ്പോൾ. പിന്നെ ചില സ്ഥലത്തേക്ക് നമ്മളിലും നല്ല റേറ്റ് ഉണ്ട്, കൂടുതലുണ്ട്. നമ്മളിപ്പോൾ ഒരു നോർമൽ മിനിമം ടൗണിലേക്കുള്ള റേറ്റൊന്നും നമ്മൾ എടുക്കണില്ല. പിന്നെ നമ്മളൊരു ഇതെന്ന് പറയുമ്പോൾ നമ്മൾ എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഫുൾ അതിൻ്റെ A to Z എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണോണ്ട് അത്രയും കോൺഫിഡൻ്റായിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും, ഞങ്ങൾക്ക് നല്ല നൈറ്റി തരാൻ പറ്റും എന്നുള്ളത്.
അപ്പോൾ ഞാൻ അതിനൊരു പരിഹാരം ഞാൻ കണ്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാ അത് ഞാൻ വൈകാതെ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ എന്നെ പ്രസവിച്ച് 73-ാം ദിവസം മുതൽ എൻ്റെ ഫാദർ ഗൾഫ് പോവൽ തുടങ്ങിയതാണ്. അങ്ങനെ ഒരു 4-ാം ക്ലാസ് 5-ാം ക്ലാസ്സൊക്കെ കഴിയുന്ന സമയത്ത് ഫാദർ ഒരു കട ഇടാൻ വേണ്ടിയിട്ട് ഒരുപാട് ക്യാഷ് കളക്ട് ചെയ്തിട്ടും സമ്പാദിച്ചതും ഒക്കെ ആയിട്ട് റൂമിൽ വെച്ചതായിരുന്നു. വെച്ച സമയത്ത് അവിടുന്ന് ആ ക്യാഷ് കളവ് പോയി. അതിനാലൊരു 4 വർഷം പോലെ ഒരു ഫാദറിൻ്റെ ഒരു വിവരം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഉമ്മ കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ നോക്കിയതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് ഉമ്മ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റിച്ചിങ് ചെറുതായിട്ട് അറിയായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഞങ്ങൾ ജീവിച്ചിട്ടുണ്ട്. അതുപോലെ എളാപ്പായിട്ടും വല്യപ്പായിട്ടൊക്കെ ഞങ്ങൾ നല്ലോണം നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പോഴൊക്കെ നമുക്കുള്ളൊരു ഇതെന്ന് പറയുമ്പോൾ അവരെങ്ങനെ തിരിച്ചു നോക്കും എന്നുള്ളൊരു മൈൻഡാണ് എനിക്ക് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ പെരുന്നാൾ വരുമ്പോഴും നമുക്ക് ഡ്രസ്സ് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ക്ലാസ് കഴിഞ്ഞിട്ട് മറിയും പെരുന്നാളായില്ലേ, ഡ്രസ്സ് എടുക്കാൻ ക്യാഷില്ല. അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിലേക്ക് പോകാൻ പറയും. അപ്പോൾ ഉപ്പാൻ്റെ വീട്ടിലേക്ക് അങ്ങനെ പെരുന്നാളിൻ്റെ തലേന്ന് പോകലായിരുന്നു. അപ്പോൾ അവിടെ എത്തിയ അപ്പോൾ വല്യപ്പ ചോദിക്കും എന്തെങ്കിലും എടുത്തുക്കണമെന്ന്. അപ്പോൾ ഇല്ലയെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഞങ്ങളെ കൊണ്ടുപോയിട്ട് ഡ്രസ്സ് എടുത്ത് തരും കേട്ടോ, എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചു തരും. അപ്പോൾ ഒറ്റ പെരുന്നാളും നമ്മളെ ഡ്രസ്സില്ലാതെ അവരെ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും എന്താ പറയുക, അത് പല സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ ഓരോരുത്തരോടുള്ള കടപ്പാടുകൾ കൂടിക്കൂടി വരികയാണ്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് ഈ ഒരു മൈൻഡ് വന്നത്. ഇൻഷാ അല്ലാ നമ്മൾ 3 വർഷമായിട്ട് ഇപ്പോൾ ഇവർക്കിങ്ങനെ നൈറ്റി സ്റ്റിച്ച് ചെയ്യാനായിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചില മാർക്കറ്റിങ്ങിൽ ഒരു ഇതുപോലെ നമ്മളെ ഷോപ്പിൽ മാത്രമാണ് ഇതുവരെ നമ്മൾ സെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ക്വാണ്ടിറ്റി കൂടിയാലാണ് അവരുടെ ഒരു വർക്ക് സ്റ്റോപ്പാക്കാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അവസരത്തിലാണ് ഞാൻ ഇങ്ങനൊരു പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കാനുണ്ടായൊരു കാരണം. അപ്പോൾ ഇൻഷാ അല്ലാ നിങ്ങളെല്ലാവരും പറ്റുന്ന രീതിയിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും വാങ്ങാൻ പറ്റിയ രീതിയിൽ ഞാനൊരു എന്തെങ്കിലും ഒരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെയും കസ്റ്റമറുണ്ട്. നമുക്ക് 7 വർഷത്തോളമായിട്ടുള്ള കസ്റ്റമറുണ്ട്. അപ്പോൾ ആ കസ്റ്റമർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, അവർ വാങ്ങണ അതേ റേറ്റിന് നിങ്ങൾക്കും നമ്മൾ എത്തിച്ച് തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. പോണിട്ട്